നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാചകം ചെയ്യാൻ ഞാൻ വരുന്നില്ല. വീടിനകത്ത് നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ കൈകടത്തുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഭക്ഷണം എനിക്ക് പുറത്തു തന്നാലും മതി. ഏട്ടൻ എന്ത് പറയുന്നു? ഏട്ടനാ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാണ് ഒരു കുഴപ്പമായത്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നോ? ഞങ്ങളുടെ തീരുമാനം അമ്മ കാരണം ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ച ഏട്ടനെയും ഏട്ടത്തെയും അമ്മയെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിക്കാന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയാ അമ്മയ്ക്ക് ഭക്ഷണം പോലും നൽകാതെ പ്രതിഷേധിച്ചത്. എന്നിട്ട് ഏട്ടൻ രാത്രി വന്ന് ചെയ്തെന്താ? അല്ല, എനിക്ക് വേണ്ടി സ്വന്തം അമ്മയെ പട്ടിണി കിടണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? വിശപ്പിനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതിന് ആരെ കൊണ്ട് ഞാൻ ചെയ്യിക്കത്തുമില്ല. അതിന് വിശപ്പകറ്റാൻ ആഹാരം മോഷ്ടിച്ചാൽ പോലും അതൊരു കുറ്റമല്ല എന്ന് കരുതുന്നവനാണ് ഞാൻ. അമ്മയ്ക്കിപ്പോഴും അനുവിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. പക്ഷെ അനു ആ തീരുമാനത്തോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അതുകൊണ്ട് ഞങ്ങൾ കാരണം നിങ്ങൾ ഒരു ശിക്ഷാ നടപടിയും അമ്മയ്ക്കെതിരെ എടുക്കണ്ട. എൻ്റെ തീരുമാനത്തിന് കാത്തു നിൽക്കുകയും വേണ്ട. അതെ, എൻ്റെ മാത്രം അമ്മയൊന്നും അല്ലല്ലോ, എല്ലാവരുടെ അമ്മയല്ലേ. അതുകൊണ്ട് അവനവൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് ഓരോരുത്തർക്കും ചെയ്യാം. മോളെ, പൊന്നുമനെ, രഘുവും ദേ ഇവിടെ ഉണ്ടല്ലോ മോളെ. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് സച്ചി എന്നെ വിളിച്ചോണ്ടിരിക്കുക. പിന്നെ അനുവിൻ്റെയും ഇന്ദ്രൻ്റെയും തീരുമാനം എന്താണെന്ന് കൂടി എനിക്കറിയണം. സുശീല തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇന്ദ്രൻ്റെ ആഗ്രഹം സ്വന്തം വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകണ്ടെന്നായിരുന്നു. പക്ഷെ അനുചേച്ചി അതിനോട് യോജിക്കുന്നു തോന്നുന്നില്ല അച്ഛാ. ചേച്ചി ഇന്ദ്രേട്ടനെയും കൂട്ടി ഇന്ദ്രേട്ടന്റെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാനാ സാധ്യത. ആ, എനിക്കും അങ്ങനെ തോന്നി. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഇന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അനുവിനെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഇനി രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അച്ഛനപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുമല്ലേ? നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് വിട്ടുനിന്ന രഘു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കും. അങ്ങനെയെങ്കിലും അമ്പിളിക്ക് അവനോടുള്ള ദേഷ്യം കുറയുകയാണെങ്കിൽ അത് നല്ലതല്ലേ? പ്രധാനമായിട്ടും അച്ഛൻ അത് തന്നെ ഉദ്ദേശിച്ച പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛാ, ഞാൻ റെഡി. നമുക്ക് ഇറങ്ങിയാലോ? ആ, ഇറങ്ങാം. പക്ഷേ ഞാൻ നിന്റെ വണ്ടിയിൽ ബസ് സ്റ്റാൻഡ് വരെ ഉള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് ബസ്സിന് പോയിക്കോളാം. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോളാം. അയ്യോ വേണ്ട ശബരി, അച്ഛൻ അധികം നേരമൊന്നും സ്കൂട്ടറിന്റെ പിറകിലിരിക്കാൻ പറ്റില്ല. ശരി, ഞാനെന്നാ അമ്പിളി ചേച്ചിയോട് യാത്ര പറഞ്ഞിട്ട് വരാം. അച്ഛ, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ, നീ പതുക്കെ ഇറങ്ങിയാൽ മതി. ആഹാ, ഓ നല്ല ഉറക്കമാണല്ലോ.
രാത്രി മാത്രമേ ഉള്ളൂ അവന് ഉറക്കക്കുറവ്. അമ്പടാ